പ്രഖ്യാപനം അല്പം വൈകിയെങ്കിലും വലിയ ശക്തി പ്രകടനത്തോടെ തന്നെയാണ് കൊയിലാണ്ടി മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ പ്രകടനം. ഏതായാലും വലിയ ആവേശത്തിലാണ്, ഒരുപാട് പ്രവർത്തകരുണ്ടല്ലോ. ആവേശത്തിലല്ല, ഞാനല്ല, പ്രവർത്തകരും നാട്ടുകാരുമാണ് ആവേശത്തിൽ. അവർ മാറ്റം ആഗ്രഹിക്കുന്നു. ഇവിടെ ആ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ഉജ്ജ്വലമായ പ്രകടനമാണിത്. ഇത് പരിശുദ്ധ റംസാൻ മാസമാണ്, 40 ഡിഗ്രി ചൂടിലാണ്. ആ സമയത്താണ് ഇത്രയും ആൾ എത്തിക്കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രകടനം എന്റെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചു. ഏതായാലും ഇത്ര ആളുകളുണ്ട്, അത് വലിയ സ്വീകാര്യതയുടെ ലക്ഷണമാണോ? അല്ല, അത് എന്റെ വ്യക്തിപരമായ സ്വീകാര്യതയല്ല, UDF-നുടെ സ്വീകാര്യതയാണ്. ആ സ്വീകാര്യതയിൽ ഞാനൊരു പ്രതീകം മാത്രം. ഏതായാലും ഇപ്രാവശ്യമെങ്കിലും കോഴിക്കോട് നിന്ന് കോൺഗ്രസ് ഒരു MLA ഉണ്ടാവും. MLA അല്ല, MLA-മാർ ഉണ്ടാവും. ഉറപ്പിക്കാവോ? ഉറപ്പിച്ചോളൂ. ഏതായാലും എത്ര ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? മികച്ച ഭൂരിപക്ഷം, മികച്ച ഭൂരിപക്ഷം കൂടി, കണക്കൊന്നും പറയണ്ട, മികച്ച ഭൂരിപക്ഷം. LDF-ന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ കാനത്തിൽ ജമീല ഏതാണ്ട് 6000-ലധികം ഭൂരിപക്ഷത്തിന്റെ വിജയിച്ചു പോയൊരു മണ്ഡലമാണ്. മുമ്പ് UDF-ന്റെ കയ്യിലായിരുന്നല്ലോ. പക്ഷെ വർഷങ്ങളായി UDF-ന് കിട്ടിയിട്ട് അത് കാര്യമില്ല. അത് അതിനുശേഷം എത്രയോ വെള്ളം ഭാരതപ്പുഴ ഒഴുകിപ്പോയി. കേരളവും കോഴിക്കോടും കൊയിലാണ്ടിയും ഒക്കെ മാറിയിരിക്കുന്നു. ആത്മവിശ്വാസത്തിലാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. LDF-ന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. എങ്ങനെയാണ് നിങ്ങൾ LDF-ന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പോകുന്നത്? ഇപ്പൊ കയ്യിലാണ്, പക്ഷെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇത്തവണ UDF ആണ്. അവരുടെ ഹൃദയമാണ് തീരുമാനിക്കുന്നത് മണ്ഡലം ആരുടെ കയ്യിലിരിക്കണം. ആ തീരുമാനം ഇത്തവണ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും. കേരളം ആഗ്രഹിക്കുന്ന മാറ്റത്തിന് കോഴിക്കോട് കരുത്തു പകരും. അതിലൊന്ന് നിങ്ങൾ എണ്ണിക്കോ, കൊയിലാണ്ടി ഉണ്ടായിരിക്കും. പൾസ് LDF-ന്റെ ഒപ്പം അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. പൾസ് UDF-നൊപ്പമാണ്, ജനങ്ങൾ UDF-നൊപ്പമാണ്. എങ്ങനെയാണ് ഒരു പ്രതീക്ഷയൊക്കെ? പേരാമ്പ്രയില് തഹ്ലിയ നിൽക്കുന്നു, വലിയ പ്രതീക്ഷയുണ്ടോ? വലിയ പ്രതീക്ഷയാണ്. ഒരുപാട് പുതുമുഖങ്ങളെയും യുവജനങ്ങളെയും ഇന്ന് മുസ്ലിം ലീഗ് ഇവിടെ സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുള്ളത്. ഇവിടെ ഇന്നിപ്പോൾ കൊയിലാണ്ടിയിൽ വലിയ ആവേശമാണ്. അഡ്വക്കേറ്റ് പ്രവീൺകുമാറിൻ്റെ പുതിയൊരു റോഡ് ഷോയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇവിടെ ആളുകൾ ഒരു മാറ്റം വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഷാഫി ഇറങ്ങി മക്കളെ. ഷാഫി ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിറങ്ങിയിരിക്കുന്നു. വന്നിറങ്ങിയ ദിവസം കൊയിലാണ്ടിയുടെ മണ്ണില് പിണറായി വിജയ ഇനി റിട്ടയർമെന്റ് ചെയ്ത് പിണറായിയിലെ വീട്ടില് ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ. ആഗോള അയ്യപ്പ സംഗമം നടത്തി. അതിൻ്റെ പേരിൽ അയ്യപ്പൻ്റെ ദേവസ്വം ബോർഡിൻ്റെ സ്വത്തിൽ നിന്ന്, പണത്തിൽ നിന്ന് ബെഡും കിടക്കയും സോഫയും സെറ്റിയും എല്ലാം വാങ്ങിക്കൂട്ടി പിണറായിലെ വീട്ടിലെത്തിച്ചിട്ടുണ്ടല്ലോ. ഇനി അവിടെ ഇരിക്കാം, അവിടെ ഇരുന്ന് ജീവിതകാലം, ബാക്കിയുള്ള കാലം, ശിഷ്ടകാലം അവിടെ ഇരുന്ന് ഇനി മുന്നോട്ട് പോകാം. ഷാഫി കൊയിലാണ്ടിയിൽ, നാദാപുരത്ത് ഒക്കെ ഇന്നലെ വലിയ 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 തരംഗമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ നാളെ അതല്ല, ഇന്ന് ഷാഫി പാലക്കാട്ടേക്ക് എത്തുകയാ. എന്തിനാ? തൻ്റെ പഴയ തട്ടകത്തിലേക്ക് ഷാഫി വരുന്നത് എന്തിനാ? സ്ഥാനാർത്ഥിയായിട്ടാണോ? അല്ല, പിന്നെ എന്തിനാ? നിങ്ങൾ ഓർക്കുന്നില്ലേ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ഷാഫി പാലക്കാട് നിന്ന് വടകരയിലേക്ക് വണ്ടി കയറിയതായിരുന്നു. ആ വടകരയിലേക്ക് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പാലക്കാട്ടെ ജനം ഹൃദയം പൊട്ടിയിട്ട് വല്ലാത്തൊരു യാത്രയപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് അവർ യാത്രയച്ചു വടകരയിലേക്ക്. വടകരയിൽ പോയിട്ടോ ചെന്നിറങ്ങിയ ദിവസം ഒരമ്മയെക്കുറിച്ച് ഷാഫി അവിടെ ആരാണ് അമ്മ, ഏതാണ് അമ്മ, ഒരു ഡെഫിനിഷൻ, ഒരു പുതിയ നിർവചനം അവിടെ നൽകി. ആ ഒരൊറ്റ ഡെഫിനിഷനിൽ തകർന്ന് തരിപ്പണമായി KK ശൈലജ 1,14,506 വോട്ടിന് വടകരയിൽ നിന്ന് ഷാഫി ഡൽഹിയിലേക്ക് വണ്ടി കയറി. ആ ഷാഫി വീണ്ടും പാലക്കാട്ടേക്ക് എത്തുകയായി. ഇന്ന് എന്തിനാ ആ പാലക്കാട്ടൻ ജനത, പാലക്കാട്ടുകാരനായ ഷാഫിക്ക് പാലക്കാട്ടൻ ജനത നൽകുന്ന സ്വീകാര്യതയും അവരുടെ മനസ്സിലെ സ്ഥാനവും ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ, UDF-ന്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ അല്ലേ? നിങ്ങൾക്കറിയില്ലേ, ഷാഫി ഇറങ്ങിയാൽ കണ്ടതല്ലേ, കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാനാർത്ഥിയായിരുന്നു CPM-ന്റെ ആര്? KK ശൈലജ. ഇപ്പോഴും ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പറയുന്നുണ്ടായി, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ തോൽപ്പിക്കാൻ പറ്റിയ കേരളത്തിൽ ഒരൊറ്റ സ്ഥാനാർത്ഥിയെ CPM-നുള്ളൂ.
പിണറായി വിജയന് പോലും സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റിയത്. സംഭവം ഗോവിന്ദനെ പറയാനതൊക്കെ പറയും, പക്ഷേ ശൈലജയെ ഒതുക്കുക. കാരണം ഈ തെരഞ്ഞെടുപ്പോട് കൂടി ശൈലജ പടമാകും. അതിനു വേണ്ടിയിട്ടാണ് ശൈലജ പേരാവൂരിലേക്ക് മാറ്റിയത്. ഞാൻ വിഷയം മാറുന്നില്ല. അപ്പോൾ ഷാഫി എത്തുകയാണ് ഇന്ന് പാലക്കാട്ട്. എന്തിനാ? ഒരോളം ഒന്നുകൂടി ഒന്നങ്ങ് കത്തിക്കണം. സംഘിയും സഖാവും, സംഘീയത സഖാവേദാന്ന് മനസ്സിലാവാത്ത പാലക്കാട് അല്ലേ? അങ്ങനെയുണ്ട്. പാലക്കാട്ടെ കളികൾ നിങ്ങൾ നോക്ക്. NMR റസാക്കിനെ ഇറക്കിയിട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വോട്ടുകളൊക്കെ ഒന്ന് ഇങ്ങോട്ട് സമാഹരിച്ചിട്ട് ആ വോട്ടുകളൊക്കെ UDF പോകുന്ന വോട്ടുകളാ. ആ വോട്ടുകളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ UDF വിജയിക്കില്ല. പകരം ആര് വിജയിക്കും? BJP വിജയിക്കും. BJP വിജയിച്ചാൽ CJPക്കാർക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്താ? BJP അധികാരത്തിലേക്കൊന്നുമില്ല. പിന്നെ BJP ഘടകകക്ഷിയാണ് പിണറായി വിജയൻ്റെ. അതല്ലേ രാത്രിക്ക് രാത്രി തലയിൽ മുണ്ടിട്ട് പോയിട്ട് ഈ പറയുന്ന ഒപ്പിടലും പരിപാടിയൊക്കെ നടത്തുന്നത് അല്ലേ? അപ്പോൾ ആ BJPയെ വിജയിപ്പിക്കുക, കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണം താഴോട്ടാക്കുക. അതിനു വേണ്ടിയിട്ടാണ് NMR റസാഖ് എന്ന് പറയുന്ന ബിരിയാണി മുതലാളിയെ പാലക്കാട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ, പ്രതിഷ്ഠിച്ചിട്ടോ എന്ത് സംഭവിക്കും? ഒരു ചുക്കും സംഭവിക്കില്ലടോ. UDFന്റെ പ്രബുദ്ധരായ ജനങ്ങള് ഇനി റസാഖല്ല, റസാഖിന്റെ അപ്പുറത്തെ ആള് വന്നാലും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാലക്കാട്ട് ഷാഫി പറയുന്നതാണ്. അങ്ങനെ കൂടിയുണ്ട് ഒരു കാര്യം. മനസ്സിലായില്ലേ? എസ്പെഷ്യലി പാലക്കാട് ഷാഫിയുടെ യാത്രയപ്പ് കണ്ടവർക്ക് മനസ്സിലാകും പാലക്കാട്ടൻ ജനതയുടെ മനസ്സിൽ ഷാഫി എത്രത്തോളം ഉണ്ട് എന്ന്. ഷാഫി വന്നിട്ടൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് റസാക്കടോ, എന്ത് പിണറായി വിജയനടോ അന്തം കമ്മി അടിമകൾക്ക് മനസ്സിലാവില്ലായിരിക്കാം. തീട്ടം തിന്നുന്ന അടിമകൾക്ക് എങ്ങനെ മനസ്സിലാകാനാ? ഇവിടെ അതൊന്നല്ല വിഷയം. എൻ്റെ വിഷയം എന്ന് പറയുന്നത്, നാളെ ഷാഫി പാലക്കാട്ട് പിഷാരടിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് പാലക്കാട്ട് എത്തുമ്പോൾ കൂടെ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ശ്രീകണ്ഠൻ്റെ മുന്നിൽ ആവശ്യവുമായിട്ട് ചെന്ന രാഹുലിൻ്റെ കാര്യം അല്ലേ? തനിക്ക് പ്രചരണത്തിന് ഇറങ്ങുവാനുള്ള അനുവാദം, സമ്മതം തരണം. പാർട്ടിക്ക് പുറത്താണ്, അതുകൊണ്ട് സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാൻ കഴിയൂ. അതുകൊണ്ട് സമ്മതം തരണം, തനിക്ക് ഇളവ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകണ്ഠൻ്റെ അടുത്തെത്തിയ രാഹുലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്ന് പാലക്കാട്ട് ഷാഫി എത്തുമ്പോൾ ഷാഫിയുടെ കൂടെ രാഹുൽ ഉണ്ടാകുമോ പിഷാരടിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ 2024 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇതേ രാഹുലിന് വേണ്ടിയിട്ട് പാലക്കാട്ടെത്തിയ രമേശ് പിഷാരടി, ഇന്ന് രമേശ് പിഷാരടി മത്സരിക്കുമ്പോൾ അതേ പാലക്കാട്ട് പിഷാരടിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ രാഹുൽ എത്തുമോ ഷാഫിക്കൊപ്പം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. രാഹുലിനെ അങ്ങനെ തള്ളി മാറ്റാൻ പറ്റുമോ ഷാഫിയെ? ഷാഫി പറഞ്ഞാൽ നോ പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുമോ? സാധിക്കില്ലടോ, സാധിക്കില്ല. വളർത്തിയതും വലുതാക്കിയതും കൊണ്ടുവന്നതും MLA ആക്കിയതും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയതും എല്ലാം ഷാഫി പറമ്പില. ഷാഫി പറയുന്നത് തള്ളാൻ രാഹുലിന് കഴിയില്ല. ഞാനിപ്പോ പറയുന്നത്, ഞാനിങ്ങനെ കാണുകയാ പലയിടങ്ങളിലായിട്ട് വലിയ പ്രചരണങ്ങളാ. അപ്പൊ ഈ പ്രചരണങ്ങൾ നടത്തുന്ന ഹാൻഡിലുകൾ എന്നെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അപ്പൻ ആരാന്ന് ചോദിച്ചാ അപ്പം കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്നവന്മാരാണ് ഈ പ്രചരണങ്ങൾ നടത്തുന്നത്. എന്താ പറയണത്? രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങളുടെ വോട്ട് BJPക്ക് ചെയ്യണോ നിങ്ങൾ? പാലക്കാട് പോയിട്ട് കേരളത്തിന്റെ വോട്ടേഴ്സ് പട്ടികയിൽ പേരില്ലാത്തവന്മാർ വന്നിട്ട് കണ നടിച്ചോണ്ടിരിക്കുക. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് പല ആളുകളെയും നിങ്ങൾ പിന്തുണക്കുന്നുണ്ടാവും, പല ആളുകളെയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടവരാവും, സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, VD സതീശനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, PK കുഞ്ഞാലിക്കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, ഷാഫി പറമ്പിലിനെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ, അങ്ങനെ പല ആളുകളെയും പിന്തുണക്കുകയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. ആരെ സപ്പോർട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനി രാഷ്ട്രീയ നേതാക്കൾ വേണ്ട, ആരുമായിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിന്തുണക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന പല ആളുകളും ഉണ്ടാവും. ഇല്ലേ? ഉണ്ടാവില്ലേ? അപ്പം ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഈ രാഹുൽ ഫാൻസ് അല്ലെങ്കിൽ ഞങ്ങൾ രാഹുലിനെ സ്നേഹിക്കുന്നവർ എന്നൊക്കെയുള്ള കപട ലേബലിൽ, വ്യാജ ലേബലിൽ വന്ന് ഇത്തരത്തിൽ തെമ്മാടിത്തരം വിളിച്ചു പറയുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്.
നിങ്ങൾ രാഹുലിനെയാണ് പിന്തുണക്കുന്നതെങ്കിൽ, നിങ്ങൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ രാഹുലിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ രാഹുലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ അയാളുടെ നിലപാടിനൊപ്പം നിൽക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? എന്തേ രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാത്തത്? രാഹുലിനോട് 10,000-കണക്കിന് ആളുകൾ ആവശ്യപ്പെട്ടില്ലേ സ്വതന്ത്രനായിട്ട് മത്സരിക്കണം എന്നാവശ്യപ്പെട്ടില്ലേ? പെട്ടു. എന്നിട്ട് എന്താ അയാള് പാലക്കാട് തനിക്ക് സീറ്റില്ലെങ്കിൽ, കോൺഗ്രസ് മത്സരിപ്പിക്കുന്നില്ലെങ്കിൽ, സ്ഥാനാർത്ഥിയാവാൻ പറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നില്ല? എന്തേ? കാരണം അയാളുടെ നിലപാട് ഈ പറയുന്ന കാലിനടയിൽ കോലിട്ട് തിരിക്കുന്ന ആളുകളുടെ നിലപാടല്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് പാർട്ടിയാണ്, പ്രസ്ഥാനമാണ്, അതിനപ്പുറത്തേക്ക് അയാൾക്കൊന്നുമില്ല. അല്ലേ? അയാളുടെ വാക്കുകൾ നിങ്ങൾ കേട്ടതല്ലേ? എന്താ പറഞ്ഞത്? ജീവിതകാലം അത്രയും പാർട്ടി പറയാണ് പുറത്തു നിൽക്കാനാണ് പറയുന്നതെങ്കിൽ പുറത്തു നിന്ന് പാർട്ടിയുടെ അനുഭാവിയായിട്ട്, പാർട്ടി പ്രവർത്തകനായിട്ട്, പുറത്തു നിൽക്കുന്ന പാർട്ടി പ്രവർത്തകനായിട്ട് ജീവിത അവസാനം വരെ ഉണ്ടാകും. അല്ലേ? ആ രാഹുല് ഇപ്പൊ പറയുന്നു പിഷാരടിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങാൻ അനുവാദം തരണമെന്ന്. മനസ്സിലായില്ലേ? കാരണം രാഹുൽ ഒരു സാധാരണക്കാരനല്ല. രാഹുൽ വലിയ നേതാവാ, വലിയ ജനപിന്തുണയുള്ളതാ. പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്താ. അതും അച്ചടക്ക നടപടിയാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരാൾക്ക് ഈ സമ്മതമില്ലാതെ പ്രചരണത്തിന് ഇറങ്ങാൻ കഴിയില്ലെന്ന ബോധ്യം, ഒരു ചട്ടക്കൂടുള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ അനുവാദം തേടിയിരിക്കുന്നത്. അതിനപ്പുറം അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. അല്ലേ? തൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായതിൻ്റെ പേരിൽ അവിടെ നിന്ന് തുടങ്ങിയ രാഹുലിൻ്റെ